ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസ്ക്രീറ്റ് സീരീസിൽ അരിത്തമെറ്റിക് മീന് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ഡീവിയേഷൻ കഴിഞ്ഞ 2 ക്ലാസ്സിലും ഡിസ്ക്രീറ്റ് സീരീസിൽ അരിത്തമെറ്റിക് മീൻ ഡയറക്റ്റ് മെത്തേഡിലും അതുപോലെ തന്നെ അസ്യൂംഡ് മീൻ മെത്തേഡിലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ഇന്ന് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഹൈറ്റിനെ എക്സ് എന്ന് എടുക്കുന്നു, നമ്പറിനെ എഫ് എന്ന് എടുക്കുന്നു. ഇനി ഹൈറ്റ് 155, 160, 165, 170, 175. നമ്പർ ഓഫ് പേഴ്സൺസ് 8, 14, 15, 8, 5. ഇവിടെ സിഗ്മ എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു 50. ഇനി അസ്യൂംഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ സിഗ്മ എഫ് ഇൻറ്റു സി. ഇവിടെ ഡി ഡാഷ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ബൈ സി ആണ്. സി എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള അന്തരവ് അല്ലെങ്കിൽ ഓരോ വാല്യൂവും തമ്മിലുള്ള ഇൻ്റർവെല്ലാണ്. ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ലാണ് സി എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു അസ്യൂംഡ് മീൻ കാണുക. എന്നിട്ട് ആ അസ്യൂംഡ് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ ഡി ഡാഷ് കാണുക. അപ്പം ഡി ഡാഷ് എന്ന് പറയുന്നത് ഡി ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ സി ആണ് ഡി ഡാഷ് എന്ന് പറയുന്നത്. എക്സ് മൈനസ് എ ബൈ സി. അപ്പോൾ ഇവിടെ നമ്മൾ 155 മൈനസ് 155 ബൈ സി, 155 പ്ലസ് 5, 160, 165, 5 വീതം ആഡ് ചെയ്താണ് ഈ ഓരോ കേസിലും പോകുന്നത്. ഇവിടെ സി എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ സി എന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 5 ആയിട്ട് വരും ക്ലാസ് ഇൻ്റർവെൽ. ഇനി അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ 5, അപ്പോൾ 155 മൈനസ് 155 ഡിവൈഡ് ബൈ 5 0. ഇനി അടുത്തത് 160 ആണ്. ഇവിടെ 160 ആണ് അടുത്തത്. 160 മൈനസ് 155 ഡിവൈഡഡ് ബൈ 5 1 വരും. ദെൻ 165 മൈനസ് 155 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 2 വരും. ഇനി ഇതുപോലെ ഓരോന്നും ചെയ്യാം. 170 മൈനസ് 155 ഡിവൈഡഡ് ബൈ 5 3. വീണ്ടും 175 മൈനസ് 155 ഡിവൈഡഡ് ബൈ 5 4. അപ്പം ഡി ഡാഷ് എന്ന് വരുമ്പോഴേക്കും അത് എല്ലാം ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ട് വരും. ഇനി അടുത്ത സ്റ്റെപ്പ് എഫ് ഡി ഡാഷ് കാണുകയാണ്. അടുത്ത സ്റ്റെപ്പ് എഫ് ഡി ഡാഷ്. എഫും ഡി ഡാഷും കൂടി ഇൻറ്റേജ് ചെയ്യുക. 8 ഇൻറ്റു 0 0, 14 ഇൻറ്റു 1 14, 15 ഇൻറ്റു 2 30, 8 ഇൻറ്റു 3 24, 5 ഇൻറ്റു 4 20. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 88 വരും. 88. ഇതാണ് സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറയുന്നത്. അതായത് സിഗ്മ എഫ് ഡി ഡാഷ് 88 ആണ്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നത് എ 155 പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് 88 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു ക്ലാസ് ഇൻ്റർവെൽ 5. ക്ലാസ് ഇൻ്റർവെൽ നമ്മൾ 5 ആയിട്ട് വരും. ഇനി നമുക്ക് ഈ 5ഉം 50യും കൂടി വഴി 10, ബട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.8. സോ 155 പ്ലസ് 8.8 ഈസ് ഈക്വൽ ടു 163.5.
അപ്പോൾ സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് ചെയ്യുവാണ് ഏറ്റവും എളുപ്പം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. 3 മെത്തേഡ് ഞാനിവിടെ ചെയ്തിട്ടെന്നേ ഉള്ളൂ. 3 മെത്തേഡും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ഇതിന് മുൻപുള്ള ക്ലാസ് കണ്ട് ആ മെത്തേഡിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. 3 മെത്തേഡിൽ നമുക്ക് ചെയ്തപ്പോൾ 163.8 എന്നുള്ള ആൻസറാണ് കിട്ടിയത്. അപ്പോൾ ഈ 3 മെത്തേഡിലും നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ അത് ഒരൊറ്റ മെത്തേഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിക്കുക. ചിലപ്പോൾ അസൗണ്ട് മെയിൻ മെത്തേഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചിലപ്പോൾ. ഇനി ഏത് മെത്തേഡ് ചെയ്താലും മാർക്ക് കിട്ടും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് ഇനി പുതിയൊരു ക്ലാസ്സുമായിട്ട് പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.